നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിന്റെ ഒരു സെക്യൂരിറ്റി അല്ലേ? ആ കരാട്ട കഴിഞ്ഞിട്ടാണെങ്കിൽ എടുക്കാന്ന് പറഞ്ഞത് എന്നോട്. അതല്ലേ, സോറി. ഹലോ, ഞാന് ചെറിയൊരു മിമിക്രി എടുക്കാൻ വേണ്ടിയിട്ടാണ് ചാൻസ് വെച്ചത്. എൻ്റെ പേര് ബാബു എന്നാണ്. ഇവിടെ ചെട്ടിപ്പാടിയിലാണ് വരാ. ആ വടിയുള്ള മൈക്കണം, ആ വടിമേൽ അത് വേണം, എന്നാലേ ഒക്കെ കിട്ടുള്ളൂ. എന്നാലേ ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ നിൽക്കി, എന്തായാലും നേരം ഉണ്ടാകും, നിങ്ങളെ വിളിക്കുന്നൊക്കെ പറഞ്ഞ്. പിന്നെ കരാട്ടൻ്റെ ചെക്കന്മാരാണ്, നല്ല തല്ലിട്ട് പറഞ്ഞപ്പോൾ ഒരു ബേജാറായി. പിന്നെ കുറേ തരം ഈ പ്രസംഗം കേട്ടപ്പോൾ മനസ്സിലായത് തല്ലൊന്നും കിട്ടൂല, നല്ലൊരു ആരോഗ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു പരിപാടി എന്നുള്ളത് അറിഞ്ഞപ്പോഴേക്ക് അതിലേറെ സന്തോഷമായി. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു സ്വയംരക്ഷയും ആരോഗ്യമാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. എനിക്ക് ചെറിയ 2-3 മിമിക്രി ഐറ്റംസ് എടുക്കാനുള്ളത്, അത് കഴിഞ്ഞാൽ ഞാൻ വേഗം പോകുക. അതാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങൾ തൊപ്പിയൊക്കെ എന്താ ഇപ്പോൾ പഞ്ചായത്ത് മേള ഇല്ലേ, ഇപ്രാവശ്യം പഞ്ചായത്ത് മേളയിൽ എനിക്കാണ് മിമിക്രിക്ക് സെക്കൻഡ് കിട്ടിയത്. എന്നോട് പറഞ്ഞെന്നെ എന്താ അറിയാ, ഈ നിങ്ങള് ഇവിടെ ഇങ്ങനെ സെക്യൂരിറ്റി ആയിരുന്നിട്ട് കാര്യമില്ല, ഇങ്ങനെ ഈ സ്റ്റേജ് പരിപാടി ഒക്കെ ഉണ്ടാകുമ്പോ എന്തെങ്കിലും നടത്തിയാല് സിനിമയിലേക്കൊക്കെ ചാൻസ് കിട്ടുള്ളൂ പറഞ്ഞത് ഞാൻ മെയിനായിട്ട് കയറിയത്. അപ്പൊ ചെറിയ 2-3 മിമിക്രി ഐറ്റംസ് ഉള്ളൂ. ഒന്ന് കൈയടിച്ചോളി, ഒന്ന് എല്ലാരും ഉറക്കെ കൈയടിച്ചോളി, അപ്പോഴൊരു ഇൻട്രസ്റ്റ് ഇട്ടാ. അല്ലാതെ കയറി വന്നപ്പോഴുള്ള മാരില്ല, ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ കൈയും കാലും പറക്കുന്നുണ്ട്. പഞ്ചായത്ത് മേള സെക്കൻഡ് എനിക്ക്. അതെ, പഞ്ചായത്ത് മേളയിൽ അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നോ? 2 ആൾക്കാർ, ഞാനും കുഞ്ഞേമ്മോ. ഫസ്റ്റ് ഓനും സെക്കൻഡ് എനിക്കും. അതിന്റെ ശേഷം കാലിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പൊ 10-12 കൊല്ലത്തിൽ ടീമിന് കൂടുതൽ ഹെൽപ്പറായിട്ട് പോകുന്ന വാർപ്പിന്റെ പണിന്റെ. ഇപ്പൊ മഴയായിട്ട് പണി വളരെ കുറവാ. ഇപ്പൊ അളിയനെ എന്നെ ഇവിടെ കയറ്റിയത്. 12 കൊല്ലത്തെ ഹെൽപ്പർ ഞാന്. ഹെൽപ്പറോ? 12 കൊല്ലമായിട്ടോ? 12 കൊല്ലം മെയിൻ പണിക്കാരനായില്ലേ? അതെ, മെയിൻ പണിക്കാരനായി കഴിഞ്ഞാൽ മുകളിൽ കയറി വെയിലും വാങ്ങി കൊള്ളണം. ഇതാകുമ്പോൾ മുട്ടിനിടയിൽ ഒളിച്ച് മതി. വൈകുന്നേരം ആകുമ്പോൾ 900 ഇട്ടോ അങ്ങനെ കഴിഞ്ഞോട് പോവുക. അതിന്റെ അടുത്തൊന്ന് ഗൾഫിൽ പോയി, ആ ക്യാപ്പിലാണ് ഈ കോട്ടനസറും പിഷാരയുടെ ഒക്കെ അടിച്ചാണ്ട് കയറിപ്പോയത്. ഞാൻ ആ പോക്ക് പോകണ ഇപ്പൊ സിനിമയിലെത്തിണ്ടാവും. എന്റെ അമ്മ ഗൾഫിലോ? ഗൾഫിൽ എവിടെയാണ് നിങ്ങളുണ്ടായിരുന്നു? നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ദമാമ്. ഞാൻ ഏതോ ഒരു ഗുദാമിൽ നമ്മൾ തമ്മിൽ കാണാഞ്ഞ്. ഞാൻ ആദ്യമായിട്ട് ചിർക്കല്ലി. അത് പ്രശ്നമല്ല. അല്ല, എനിക്ക് ചിരിക്കുമ്പോ കിട്ടൂല, അതാക്കി പറയാൻ കിട്ടൂല. അതാണ് ഞാൻ ഗൾഫിൽ ഞാൻ വെച്ചാൽ എൻ്റെ അച്ചമ്മക്ക് എന്നെ ഭയങ്കര സ്നേഹമെന്ന്. ഞാൻ പോണ സമയത്ത് അച്ചമ്മ കുറച്ച് അരിപ്പൂവൊക്കെ ആയിട്ട് വന്നിട്ട് 5-6 വട്ടം കിട്ട് ഉഴിഞ്ഞിട്ട് പറഞ്ഞ് എൻ്റെ കുട്ടിക്ക് ഒന്നും ഉണ്ടാവില്ല, എൻ്റെ കുട്ടിക്ക് ഒന്നും ഉണ്ടാവില്ല. തള്ള പറഞ്ഞ വരുത്തന്നെ 1.5 കൊല്ലം ഒന്നുമില്ലാതെ വന്നു. ഏകദേശം പിന്നോട്ട് പോയിട്ടില്ല. അപ്പം എൻ്റെ ചെറിയ 2-3 മിമിക്രി ഐറ്റംസ് എടുക്കാൻ പോണത്. ഒന്ന് കൈയടിച്ചോളൂ, ഉറക്കെ കൈയടിച്ചോളൂ, അപ്പം ഇൻട്രസ്റ്റ് കിട്ടുക. 2-3 ഐറ്റംസ് ഉള്ള വേഗം കഴിയും. നിങ്ങൾ കളിയാട്ടത്തിന് ചെയ്യുന്ന കളിയാട്ടത്തിന് പോകുമ്പോണ്ട് ശിങ്കാരിമേളത്ത് നിങ്ങൾ പോകല്ലേ? അങ്ങനെ ശിങ്കാരിമേള തമ്പോലൊക്കെ അല്ലേ, വലിയ ചണ്ടല്ലേ ബും ബും നടിക്കണേ, ആ ചണ്ടന്റെ മ്യൂസിക് എടുത്തിട്ട് എനിക്ക് സെക്കൻഡ് കിട്ടിയത്. ആ ഐറ്റംസ് എടുക്കാൻ പോണത് ആ തമ്പോലന്റെ മ്യൂസിക് കൈയടിച്ചോളിട്ടാ. ആ എക്കോ ലേസം കുറച്ചോളി. എന്തോ ഒരു അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന മാതിരിയുണ്ട്. അങ്ങോട്ട് ക്ലിയർ ആണെങ്കിൽ കുറയ്ക്കും വേണ്ട, ഇങ്ങോട്ട് ഇവിടെ മാത്രമേ കുഴപ്പമുണ്ടാവുള്ളൂ. ആ തമ്പോലന്റെ മ്യൂസിക് കിട്ടാൻ കൈയടിച്ചോളിയാ. അടിപൊളിയല്ലേ? ഈ ഐറ്റംസ് എടുത്ത കൈമലൊക്കെ തുപ്പലാവുക. അതാ കൈമൽ ഇത് മൈക്കലൊക്കെ ആയിട്ടോ ഒന്നായിട്ട് കൂടെ, എന്നാലും വേണ്ടില്ല. ഇനി ഇങ്ങനത്തെ പരിപാടിക്ക് അത്യാവശ്യമുള്ള ജനറേറ്റർ, നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ആകെ സ്വിപ്പായി പോകും. അപ്പൊ ജനറേറ്റർ ഇങ്ങനെ കയറുകൊണ്ട് പിടിച്ചിട്ട് വലിച്ചിട്ട് സ്റ്റാർട്ടാക്കിയ ഞാനാണ് അവിടെ സ്റ്റാർട്ടാക്കി കൊടുത്തത്. ഈ ജനറേറ്റർ സ്റ്റാർട്ടാക്കുമ്പോൾ ഒച്ച എടുക്കാൻ പോണത് അതെങ്ങനെ അറിയാം? ചാട്ടായിട്ടില്ല, ചാട്ടായ കൈയടിച്ചോളിട്ട കൊല്ലിയിൽ വെള്ളം ചേറ്റ വേഗാറോടെ കിട്ടാത്ത ചാട്ടായി ഉറക്കടിച്ചോളിട്ടി. ഇതിങ്ങനെ ഓടിങ്ങോട്ട് നിൽക്കുമ്പോൾ എയർ കുടിക്കിട്ട് ഓഫാവും. ഓഫാകുമ്പോൾ ഇതിന് ഒച്ച മാറും. അതെങ്ങനെ അറിയാം?
ഉണ്ടായ ഒറ്റ മിനിറ്റ് കൈയടിച്ചോളി എല്ലാരും അടിച്ചോളി ചിർക്കല്ലി ഒരു ചിർച്ചക്ക് കിട്ടൂല ബേജാറാവാ ഭയങ്കര കുറവാണ്. ഞാൻ എടുക്കാൻ പോണ വെച്ചാല് ലേഡീസിനുള്ള ഐറ്റംസ് എടുക്കാൻ പോണത് ഈ നാളികേര ചിരവുമ്പോൾ ഒച്ച എങ്ങനെ അറിയാം ഇങ്ങനെ ഉണ്ടായ ഇത് ചെരവി ചിരഞ്ഞെടുത്തപ്പോ ഒച്ച മാറും. ആ നേരത്തെ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്റെ പെണ്ണുങ്ങൾക്ക് ഒരു ചിരവല്ലേ അതെങ്ങനെ അറിയാം ഒറ്റ കയറ എപ്പോഴെങ്കിലൊക്കെ പോണതാ പെരയില് ഓള് എറിയും കുത്തും മാന്തും എന്തൊക്കെ കാട്ടുന്ന ഇറക്കി പെരേക്ക് പോകാൻ തന്നെ പേടിയാണ് ഇപ്പോ. പിന്നെ ഞാൻ പിന്നെ കിട്ടിയേ പറയുന്നുണ്ട് കിട്ടിയിട്ട് മുണ്ടാത്ത എത്ര ആൾക്കാരുണ്ട് ഓരോ നാട്ടില് ഇഞ്ചി എടുക്കാൻ പോണച്ചാലേ കഴിഞ്ഞ് 2-3 ഐറ്റംസും കൂടി ഉള്ളു. ഇപ്പൊ ഈ പണ്ടൊക്കെ ഈ മരത്തിന്റെ കപ്പിലല്ലേ വെള്ളം മുക്കുന്നത്, ഇപ്പത്തെ കുട്ടികളൊന്നും കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല. ഈ പണ്ടൊക്കെ മരത്തിന്റെ കപ്പിൽ വെള്ളം മുക്കുമ്പോഴുള്ള ചെറിയൊരു ഒച്ച ഉണ്ട് അതെങ്ങനെ അറിയാം ഇങ്ങനെ ഉണ്ടാവുക. പക്ഷെ ഇത് തുരുമ്പ് പിടിച്ച് ഇരുമ്പ് കപ്പിയാണെങ്കിൽ ഒച്ച മാറും അതെങ്ങനെ അറിയാം ഇങ്ങനെ ഉണ്ടാവുക. ഒറ്റ മിനിറ്റ് കൈയടിച്ചോളി ഇല്ലേ നമ്മള് സർക്കസിനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ മരക്കിണറിൽ ബൈക്ക് ഇങ്ങനെ പോകൂലേ ബൈക്ക് പോകൂലേ ഈ മരക്കിണറിൽ ബൈക്ക് പോകുമ്പോൾ ഒച്ച എങ്ങനെ അറിയാം സൂപ്പർ. എന്ത് ബാബടാ ഇങ്ങനെ കൈയിട്ട് കിട്ടില്ല കിട്ടുമ്പോ ഒരു സന്തോഷം ഉറക്കടിച്ചോളി ഇങ്ങനെ എടുക്കാൻ പോണേ ഈ തൊപ്പിട്ടിട്ട് ആകെ ഒരു അടങ്ങേറ് അതാ നോക്കണേന് ഹിന്ദിക്കാർ മുടിയട്ടി കൊളാക്കിയത് എല്ലാ ബാർബർ ഷോപ്പിൽ ബംഗാളികളാണല്ലോ. ഞാൻ മലയാളത്തിൽ അങ്ങോട്ടും പറഞ്ഞു ഓല് ഹിന്ദിയിൽ ഇങ്ങോട്ടും ചോദിച്ചു രണ്ടോട്ടർക്കും മനസ്സിലായില്ല. മൊട്ടടിച്ചാഞ്ഞ് ഈ മുടി വെട്ട വെച്ചെടുക്കും ഞാൻ നിങ്ങളതിന് വെട്ടിത്തരാം നിങ്ങൾ ഇങ്ങനെ അരങ്ങാതെ വെക്കണേ ഇത് വെട്ടാനില്ലല്ലോ മോള് വെട്ടാൻ പോവാണോ അല്ല മോള് വെട്ടാറൊന്നും ഇല്ലല്ലോ അറിയാം മോഡലാ കഴിഞ്ഞില്ല മുടി വെട്ടല് കുറവാ മിഷീൻ വെക്കല ട്രിമ്മർ അതെങ്ങനെ അറിയാം എടുത്തേക്ക് വരി ഇങ്ങനെ ഉണ്ടായ ഒറ്റ മിനിറ്റ് അടിച്ചോളി ഇല്ല 2-3 ഐറ്റംസും കൂടി ഉള്ളു. എനിക്ക് ചെറിയ സൗണ്ട് എടുക്കുമ്പോല്ലേ അവിടെ കേൾക്കുമോ എന്നുള്ളൊരു ബേജാറാണ്. അതാ ഇപ്പം ഞാൻ ആലോചിക്കണേ. ചില നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചെടുക്കൂലേ വാട്ടർ ബോട്ടിൽ വെള്ളം നിറയ്ക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോഴാണ് ചെറിയൊരു ഒച്ചുണ്ട് നിങ്ങൾ മുണ്ടാതെ എന്നാലേ കേൾക്കുള്ളൂ അതെങ്ങനെ അറിയാം ഞാൻ തന്നെ കേട്ടില്ല ഓല് ഏന്ന് അറിയിട്ട് ഞാനാകെ കുടുങ്ങിയേ അതിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കൂല. ഞാൻ എടുക്കാൻ വേണ്ടി കഴിഞ്ഞ് 2-3 ഐറ്റംസ് വെച്ചാൽ നേരം വെളുക്കാൻ നേരത്ത് കേൾക്കൂലേ കുയിലിൻ്റെ ഒച്ചല്ലേ കുയിൽനാഥം കുയിലിൻ്റെ ഒച്ച എങ്ങനെ അറിയാം ഇതിൻ്റെ തെറ്റിക്കല് ഞാൻ തന്നെ കരിങ്കുയില വേറെ ഏതോ ഒരു കുയിലാണ് അവിടെ എങ്ങനെ എടുക്കില്ലേ ഇങ്ങനെ ഉണ്ടായ ഇതേപോലെന്നില്ല ഇതോടെ കുറെ കിളികളൊക്കെ ഉണ്ട് കേട്ടോ ആഫ്രിക്കൻ തത്ത അതൊക്കെ ഉണ്ട്. ഈ ആൺപ്രാവിൻ്റെ വെച്ച് പെൺപ്രാവിൻ്റെ വെച്ച് 2 രീതിയിലാണ്. ആദ്യം ആൺപ്രാവിൻ്റെ കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടാവുക. തൊട്ടടുത്ത് പെൺപ്രാവ് വന്നിരിക്കുകയാണ് എങ്ങനെ അറിയാം ഇങ്ങനെ ഉണ്ടാവുക. നമ്മൾ നേരെ താറാവിൻ്റെ താറാവ് എങ്ങനെ അറിയാം ഇങ്ങനെ ഉണ്ടാവുക. ഇതേപോലെ തന്നെ ഇല്ലേ ഞാൻ സെൻട്രിങ്ങിൻ്റെ ഒക്കെ പണിക്ക് പോയില്ലേ അപ്പൊ ഇങ്ങനെ പണിക്ക് ചെല്ലുമ്പോൾ ഞാനവിടെ രാവിലെ ചെല്ലുമ്പോൾ തന്നെ എനിക്ക് ഈ ബ്ലേഡൊക്കെ തന്നിങ്ങാണ്ട്
ഈ ആക്സോ ബ്ലേഡ് അത് മുറിച്ചുവിട് ഇതും മുറിച്ചുവിട് അങ്ങോട്ടാക്ക് ഇങ്ങോട്ടാക്ക്. അപ്പൊ ആക്സോ ബ്ലേഡ് നമ്മൾ PVC പൈപ്പ് മുറിക്കുമ്പോൾ എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാവുക. ഇത് ഞാൻ അലുമിനിയം ചാനലാണ് മുറിക്കുന്ന ഒച്ച മാറും. എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാവുക. ഇത് ഞാൻ പ്ലൈവുഡ് മുറിക്കണം. എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാവുക. ഈ മുറിച്ചിട്ട് തന്നെ എവിടെയും കൊണ്ട് തുളച്ച് ഫിറ്റ് ചെയ്യണ്ടേ? ഡ്രില്ലിംഗ് മെഷീനോട് തുളക്കുമ്പോൾ എങ്ങനെ അറിയാം? എന്റെ കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയോന്നറിയില്ല. ഞാൻ ഒരാളൊരിത് കാണിക്കാം. വെച്ചാല് ഈ ലീക്ക് ബിര എന്ന് പറഞ്ഞ ലീക്ക് ബിര അറിയാം? ലീക്ക് ബിര എന്നറിയാം? പരതം തിരിച്ചു വരുന്നു അളിയൻ്റെ ഒരു സീരീസ് എന്നൊക്കെ പറഞ്ഞ കുറെ ഹോം സിനിമയിലാണ്. ലീക്ക് ബിരാൻ ഈ വേദിയിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാണിക്കാൻ പോണത്. അല്ല സെക്കൻഡ് വർത്താനം ആയിരത്തങ്ങളെ നായർക്ക് പല കുത്തേർക്കില്ല എന്ന് പറഞ്ഞ മനസ്സിൽ മനസ്സിലായില്ലേ? അടക്കേണ്ടി മടിയിലൊക്കെ കൗങ്ങായ പറ്റൂല. ജമീല അടക്ക് കൈയടിച്ചോണ്ടാ പൊറടിച്ചാൽ പൊളിച്ചാളും. നേരണ്ടോയ്യ ഞാൻ എടുക്കാൻ വേണിച്ച് കുറേ എടുക്കാണ്ട് പിന്നെ കുറേ നേരമായിട്ട് അങ്ങനെ കാത്തിക്കുന്നു. ഇപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയ സ്ഥിതിക്ക് ഞാൻ ചെറിയൊരു മെമിക്രി ഇതുവരെ കാണിച്ച മെമിക്രിയൊക്കെ ഞാൻ കുറേ സ്ഥലത്ത് ഇങ്ങനെ കാണിച്ചൊരു മെമിക്രിയാണ്. ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു മെമിക്രിയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ നിങ്ങളതിന് നല്ല കയ്യടി തരണം. നിങ്ങൾ കയ്യടി ചോദിക്കൊന്നുമില്ല. അപ്പോൾ അത് കാണിക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഒന്ന് ഇട്ടോളേ. എന്നിട്ട് ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് വരും. പെട്ടോ നേരത്തെ മെമിക്രി സാറായിക്കണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നേരം വൈകിയ സമയത്ത് ഇങ്ങനെ കട്ടക്ക് ഇരിക്കുക പറഞ്ഞാൽ വെച്ചാൽ 6 മണിക്ക് വന്ന ഓഡിയൻസാണ് നിങ്ങളെന്നുള്ളതിൽ ഉറപ്പാണ്. നിങ്ങളെ ഭക്ഷണം വെള്ളം കാര്യങ്ങളൊക്കെ നടക്കുകയും വേണം. നിങ്ങളൊക്കെ ഇരിക്കുമോ എന്ന കാര്യത്തിൽ ഭയങ്കര സംശയമായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്ര എനർജി ആയിട്ടുള്ള ഓഡിയൻസിനെ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇതിലൊരു ഗംഭീര ഓഡിയൻസ്. അത് നിങ്ങളെ ഈ എന്താ പറയുക ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെയാണ്. ഒരുപാട് സന്തോഷം. എന്താ ഒരു 2000-ഓളം വേദികളിൽ ഞാൻ അവതരിപ്പിച്ച മിമിക്രിയാണ് ഞാൻ നേരത്തെ കാണിച്ച മിമിക്രി. പല സ്റ്റേജിലും പല രീതിയിലൊക്കെ കാണിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു മിമിക്രിയിലേക്കാണ് നിങ്ങൾ ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതായത് ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ലണ്ടനിലൊരു പരിപാടിക്ക് പോയി. അവിടുന്ന് മലയാളിയായിട്ടുള്ളൊരു പ്രൊഡ്യൂസറെ ഞാൻ പരിചയപ്പെട്ടു. അയാൾ പറഞ്ഞു, വിജേഷ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് പൈസ മുടക്കിയിട്ട് ആകെ കുത്തുപാടെടുത്തിട്ട് ആകെ പണിയായി കിടക്കുകയാണ്. എടാ എൻ്റെ സിനിമ ഒന്ന് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് തരുമോ ചോദിച്ചു. ഇപ്പോൾ ഒരു ഡബ്ബിങ് വോയിസ് ചെയ്യാൻ പറഞ്ഞോളാം, പക്ഷേ മ്യൂസിക് എഫക്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റുഡിയോ പോകേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ആൾ പറയുകയാണ് ഈ മിമിക്രീൻ്റെ ആളല്ലോടോ എന്നെ എടുത്ത് വിട്ടാൽ മതി പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ കുറച്ച് വീഡിയോ ക്ലിപ്പിന് ഞാൻ ഡബ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത്തിരി നേരമുള്ള ചെറിയൊരു മിമിക്രിയാണ്. LED വാളിലാണ് പരിപാടി. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഈ LED വാളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വളരെ ചെറിയ മിമിക്രിയാണ്. ഇംഗ്ലീഷ് സിനിമ മലയാളത്തിലേക്കായിട്ട് ഞാൻ അയച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. മാത്രമല്ല അടുത്ത മാസം 18-ാം തീയതി ഞാൻ വീണ്ടും UK പോവുകയാണ്. അപ്പോൾ അത് എന്താ പറയുക, അതൊക്കെ വർക്കായി കഴിഞ്ഞാൽ നല്ലതായി. അവിടെ വീണ്ടും എനിക്ക് ഷോ അവതരിപ്പിക്കാം. അപ്പോൾ നിങ്ങളെ കയ്യടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തൊക്കെ കയ്യടി തരിക. പിന്നെ കുറേ കാറ്റടിക്കും, വണ്ടി പോവും, കിളിപാറും, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങളൊക്കെ വരിക. അപ്പോൾ ശബ്ദങ്ങൾക്ക് കയ്യടി ഒന്നും ചോദിക്കില്ല. ഇഷ്ടപ്പെടുന്ന ശബ്ദത്തിന് കയ്യടി തരിക. പ്ലീസ് ഒന്ന് ഫോൺ ചെയ്തോ. താങ്ക് യു. എന്നെ ജസ്റ്റ് കണ്ടോട്ടെ. The trailer has no story and just for fun. സ്പോട്ട് ഡബിങ് തുടങ്ങാൻ പോകുകയാണ്. ഇടയ്ക്ക് കൈയടിച്ചോളേ. വണ്ടി പിടിച്ചോ, EMI അടിച്ച് തീരാത്ത വണ്ടിയാണ്, അതിന്റെ പേപ്പർ തന്നെയല്ല പഠിച്ചോനെ.
കടിക്കണേ? എവിടൊക്കെയാണ് മീൻ കടിച്ച് കീഴാകണേ? മീനെ കടിക്കല്ലേ, മീനെ കടിക്കല്ലേ, കടിക്കല്ല. ഏട്ടാ 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 ഏട്ടാ. വിലാസിനി ബാലേട്ടൻ എന്താ ഇവിടെ? ഇന്ന മലന്റെ അപ്പുറത്തൊക്കെ കല്യാണം കഴിച്ചേ. എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞില്ലടോ. നീച്ചപ്പോ തന്നെ അവിടുന്ന് ഞാൻ വന്നില്ല, നിങ്ങൾ അടിനേരം കഴിഞ്ഞത്. പോയി അവിടുന്ന്. എവിടെ എൻ്റെ കുതിര? പരപ്പനങ്ങാടി പോയി കുറച്ച് മീൻ കിട്ടുന്നു തോന്നുന്നുണ്ട്, പോയി നോക്കട്ടെ. നാളെയാണ് നമ്മളെ ടൂറ് പോകണമെന്നുള്ള ഓർമ്മ എല്ലാവർക്കും വേണം. എനിക്ക് വരാൻ പറ്റും തോന്നണില്ല കാക്കേ. എല്ലാ നാട്ടിലും ഉണ്ടാകുന്നവരെ ടൂറ് പ്ലാൻ ചെയ്യുമ്പോൾ നെഗറ്റീവ് അടിക്കണേറ്റുകൾ. ഞങ്ങളെല്ലാരും കൂടി ടൂറ് പോകുന്നുണ്ട് കാട് കാണാന്. ഇജി പോരുണ്ടോ? എൻ്റെ അടുത്ത് തൊഴിലുറപ്പിൻ്റെ ലേശം പൈസയേ ഉള്ളൂ. പിന്നെ ഈ സാഫിൻ്റെ അടവ് കുറിൻ്റെ പൈസ കൊടുക്കാനുമുണ്ട്. എല്ലാം കൂടി ആലോചിക്കുമ്പോൾ എന്താ കാട്ടാന്നൊരു പഠിത്തം കിട്ടണില്ല. ഗൂഗിൾ പേയിലാണെങ്കിൽ 5 പൈസ നിൽക്കണമില്ല. ഒരു ഇടങ്ങേറടിച്ച കാലം. ഇജി ഉണ്ടെങ്കിൽ ഒരു റങ്ക് ഇനി. ഇങ്ങോട്ട് വാവള്. ഇവിടെ ഗംഭീര കാരാട്ട പരിപാടി നടക്കുക. അതിനുള്ള അടിപൊളി പോയിക്കുക. 2 ഡാൻസ് കളിക്കാന്ന്, 2 സ്റ്റെപ്പിടാന്ന്. അല്ല എന്റെ നെര്യാണി കൂട്ടിയിടിച്ച്. ആമീന അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് നോക്കി വള ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് നോക്കി. അല്ല ജാഫർ, ജാഫർ അല്ലാണ്ട് ദിനോസർ. അങ്ങോട്ട് കയറോടെ ചങ്ങായ വൈമ നിൽക്കാതെ പോട്ടാ. റൈറ്റ്. ബാപ്പുട്ടിനെ അങ്ങോട്ടും വിളിച്ചത് കാരണം ഞാൻ നട്ടപ്പാർക്ക് എവിടെ തരാനാ വിമാനം? ആ ഗൂഗിൾ മാപ്പിലെ പെണ്ണ് വല്ലാത്ത പണിയെ കാണിച്ചു. ചിലവര് പറഞ്ഞ് ചെമ്മാട് കൂടാണ് തിരിഞ്ഞാൽ മതി. ചിലവര് പറഞ്ഞ് ഈ താന്നൂർ കൂടാണ് തിരിയാതെ കേട്ട്. ഇല്ല അപ്പൊ പോകും കട്ടക്കാലോ. നിങ്ങൾ എവിടെ പോയി കിടക്കുന്നത്? ഇവിടെ ഒത്തും പുറത്ത് കലാക്കിന്റെ കിളിയും പ്രാതം വന്നിട്ട് കിടന്നിട്ട് ഓർക്കിട്ടില്ല. വല്ല നാട് പിടിക്കുക, വണ്ടി ഇടിക്കുക, പോവും. നമ്മള് ചട്ടിപ്പടി കൂടെ വിട്ടുകൂടി അങ്ങോട്ട്. ഞാൻ 2 ദിവസം അവിടെ ഞാൻ ഉറക്കിയിട്ട് വല്ല നമുക്ക് ആ വള്ളിക്കുന്നാട്ട് ചെയ്യാൻ പോകാം. നിങ്ങൾ ഞങ്ങോട്ട് അങ്ങോട്ട് പോണേ. ആ ചെക്കന്മാരോട് പടക്കം പിടിക്കണം. എല്ലാം പോയി കൊടുക്കാൻ നിൽക്കണ്ട. പേടിക്കണ്ട. ആനാ കാട്ടിലുള്ളവർ കാട്ടിൽ നോട്ടെ. നാട്ടിൽ നമ്മൾ വെറുതെ കാട്ടിക്ക് പോയിട്ട് കാട്ടിലുള്ളവർ അടങ്ങാറാക്കണ്ട. മെല്ലെ നാട് പിടിക്കുക. ആ പങ്ങന്റെ തല ഇട്ടണ്ട കൂന്ന് പോരി.
താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഒരുപാട് സന്തോഷം.